നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു, പിന്നെ ഈഫെൽസ് ഡിസ്കസ് ചെയ്തു, പിന്നെ ഈഫെൽസ് ലാഡർ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെസ്റ്റഡ് ഈഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ടാർഗറ്റ് അനദർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഈ നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അത് ടാർഗറ്റ് ചെയ്യുന്നത് മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഈഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ടത് ട്രൂ ആണെങ്കിൽ ഇന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ ഇന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നെസ്റ്റഡ് ഈഫിൻ്റെ കേസ് വരുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ആദ്യം നമ്മൾ ഈഫിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ മറ്റൊരു ഈഫിലേക്കാണ് നമ്മൾ പോവുക. അല്ലാതെ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കല്ല, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനിലേക്കൊന്നുമല്ല പോവുക. വീണ്ടും ചെയ്യുന്നത് ഈ ടെസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു രീതിയിലൊരു കണ്ടീഷൻ നോക്കുകയാണ്, അത് ട്രൂ ആണെങ്കിൽ നമുക്ക് വേറൊരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒന്ന് ട്രൂ ആണെങ്കിലേ മറ്റേ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ഈ നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദ നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ഈഫ് ഓർ എൽ സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരു ഈഫിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ഈഫ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നെസ്റ്റഡ് ഈഫ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കും, അതിനകത്ത് പിന്നെയും ഈഫ് കണ്ടീഷൻ കൊടുക്കും, പിന്നെയും ചിലപ്പോൾ ഈഫ് കണ്ടീഷൻ കൊടുക്കും, അങ്ങനെ കൊടുക്കും. എന്ന് കൊടുത്തിട്ട് ആ ഫസ്റ്റ് നമ്മൾ ആ തേർഡ് ഈഫ് എന്ന കണ്ടീഷൻ കൊടുക്കുന്നില്ലേ, അതിൻ്റെ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം അതിൻ്റെ മേലെയുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ആ ഒരു ഈഫിൻ്റെ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ ഒരു രീതിയിലാണ് അത് എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. അതേപോലെ പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. ലോജിക്കലി അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലർക്കെങ്കിലും അത്തരം ഒരു കൺഫ്യൂഷൻ വരാവുന്ന ഏരിയയാണ് ഈ നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ സിൻറ്റാക്സ് നോക്കാം. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സിൻറ്റാക്സ് തന്നെയാണ്. സി ഒരു പ്രൊസീജിയർ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സിൻറ്റാക്സ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ട്, അതായത് കേളി ബ്രേസിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. കാരണം ഒരു ഈ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യും. സാധാരണ ഇതിന് മുന്നേ ചെയ്ത കേസുകളിലൊക്കെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? അതിൻ്റെ ഫസ്റ്റ് ഒരു ഈഫ് കൊടുക്കും, അതിൻ്റെ കേളി ബ്രേസ് ഓൺ ചെയ്യും, എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം കേളി ബ്രേസ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. നെസ്റ്റഡ് ഈഫിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആദ്യം ഈഫ് കണ്ടീഷൻ 1ൻ്റെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, പക്ഷേ അതിന് താഴെ എന്താ ഉണ്ടാവുന്നത്? നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതിൻ്റെ കേളി ബ്രേസ്, അതായത് ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ, ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് ശേഷമാണ് ഇനിയും നമ്മൾ ഈഫ് കണ്ടീഷൻ 3 കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഓപ്പൺ ആക്കിയിടും, ഇതൊന്നും ക്ലോസ് ചെയ്യുന്നില്ല. പിന്നെ ക്ലോസ് ചെയ്യുന്നപ്പോഴാണ് ഇത് കഴിയുമ്പോഴാണ്, അതായത് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ 2 കണ്ടീഷനെ കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. പിന്നെ അടുത്ത എൽസ് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ക്ലോസ് ചെയ്യുന്നുള്ളൂ? ഈ ഒരു ഈഫ് കണ്ടീഷൻ 1ൻ്റെ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നുള്ളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സി പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേളി ബ്രേസിനും സെമി കോളനും എല്ലാത്തിനും അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സിൻറ്റാക്സ് നോക്കാം. ഈഫ് കണ്ടീഷൻ 1 നമ്മൾ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ നെസ്റ്റഡ് ഈഫ് എൽസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഈഫ്, അതിനകത്തുള്ള നെസ്റ്റഡ് ഈഫിലേക്ക് നമ്മൾ കടക്കും. അതാണ് ഈഫ് കണ്ടീഷൻ 2. കോഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് നെസ്റ്റഡ് ഈഫ്. ഈ നെസ്റ്റഡ് ഈഫിനകത്ത് എന്താണോ നമുക്ക് കോഡ് കൊടുക്കേണ്ടത് ആ കോഡ് നമുക്ക് എന്തെങ്കിലും കഴിയും ഇവിടെ കൊടുക്കാം. അതിനുശേഷം അത് ക്ലോസ് ചെയ്യും. എന്നിട്ട് എൽസ് പാർട്ട് കൊടുക്കും. ഈ എൽസ് പാർട്ട് എന്ന് പറയുന്നത് ഈ നെസ്റ്റഡ് ഈഫിൻ്റെ എൽസ് പാർട്ടാണ്. അതായത് ഈഫ് കണ്ടീഷൻ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ആ നെസ്റ്റഡ് ഈഫിൻ്റെ എൽസ് പാർട്ടാണ് നമ്മൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഈ ഫസ്റ്റ് കാണുന്ന എൽസ്, കോഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് നെസ്റ്റഡ് ഈഫ്. അതാണ് നെസ്റ്റഡ് ഈഫിൻ്റെ കോഡ് കൊടുക്കുന്നതല്ല. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എൽസ് പാർട്ട് വരും. ഈ എൽസ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഈഫ് കൊടുക്കുന്നില്ലേ, ഈഫ് കണ്ടീഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ എൽസ് പാർട്ട് നമ്മൾ കൊടുത്തിട്ടില്ല ഈ നെസ്റ്റഡ് ഈഫിൻ്റെ കേസിൽ. കാരണം എന്താണ്? നമ്മൾ അതിനകത്ത് വീണ്ടും മറ്റൊരു ഈഫിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ എൽസ് പാർട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നില്ല. അതാണ് നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ലാസ്റ്റത്തെ എൽസ്, കോഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് എൽസ്. അതായത് നമ്മൾ ആദ്യം കൊടുത്ത ഈഫിൻ്റെ എൽസ് പാർട്ട് ഇപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ആദ്യം ഒരു ഈഫ് കൊടുക്കും, അതിൻ്റെ കണ്ടീഷൻ കൊടുക്കും, അതിൻ്റെ താഴെ ഈഫ് കൊടുക്കും, കണ്ടീഷൻ 2 കൊടുക്കും, പിന്നെ ഉണ്ടെങ്കിൽ ഈഫ് കണ്ടീഷൻ 3, ഈഫ് കണ്ടീഷൻ 4, ഈഫ് കണ്ടീഷൻ 5, അങ്ങനെ നമുക്ക് എത്രയും കൊടുക്കാം. അതായത് ലോജിക്കലി നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കതൊക്കെ കൊടുക്കാം. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോഴും ആ ഒരു ഓർഡറിൽ, അതായത് അതിനകത്തുള്ള ആൾ, ആ ഉള്ളിലുള്ള ഈഫ് കണ്ടീഷൻ 5 ഉണ്ടെങ്കിൽ അയാളെയായിരിക്കും നമ്മൾ ആദ്യം എൽസ് പാർട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ക്ലോസ് ചെയ്ത് വന്നിട്ട് നെക്സ്റ്റ് ടീമിനെ നമ്മൾ ക്ലോസ് ചെയ്യും, പിന്നെ 3നെ ക്ലോസ് ചെയ്യും, പിന്നെ 2നെ ക്ലോസ് ചെയ്യും, പിന്നെ ലാസ്റ്റ് ആയിരിക്കും ഈഫ് കണ്ടീഷൻ 1നെ നമ്മൾ ക്ലോസ് ചെയ്യും. ആ രീതിയിലാണ് ഇതിനകത്ത് എക്സിക്യൂഷനും ലോജിക്കും ഒക്കെ നടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ അടുത്ത ഈഫ് കോഡിലേക്ക് പോകും, അവിടെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതൊന്നും ട്രൂ ആണെങ്കിൽ പിന്നെയും അടുത്ത ഈഫ് കോഡിലേക്ക് പോകും. അങ്ങനെയാണ് ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതല്ല ഇവിടെ ഫസ്റ്റ് തന്നെ ഫോൾസായി മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ലല്ലോ, നെക്സ്റ്റ് ഈഫിലേക്ക് കയറാൻ പറ്റില്ല. ഫസ്റ്റത്തെ ഈഫ് കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും റോളില്ല, നേരെ അങ്ങോട്ട് എവിടേക്കാണോ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്, ബ്രാഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അതല്ല ഈ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത ഈഫിലേക്ക് പോകും, അവിടെ ട്രൂ ആണെങ്കിൽ അടുത്തയിലേക്ക് പോകും, അതല്ല ഫാൾസ് ആണെങ്കിൽ എക്സിറ്റിൻ്റെ ഏരിയയിലേക്ക് പോകും. അതായത് ഓരോ ഈഫും ക്ലോസ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് അത് പോകും. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് മെയിൻ ഇൻറ്റ് നം ഈക്വൽ ടു 1. ഇവിടെ നമ്മളൊരു വേരിയബിൾ ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻറ്റ് നം ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതേപോലെ തന്നെ ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. ഇനിയാണ് നമ്മൾ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് നം ലെസ് ദാൻ 10, നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്പർ 10നേക്കാൾ ചെറിയ നമ്പർ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെസ്റ്റഡ് ഈഫിലേക്ക് കടക്കേണ്ടത്. ഇഫ് നം ഈക്വൽ ടു 1, അതായത് അടുത്ത ഒരു കണ്ടീഷനും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാണ്ട്, ആ നം 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ പ്രിൻ്റ് ഓഫ് ദ വാല്യൂ ഈസ് %d നം, അത് പ്രിൻ്റ് ചെയ്തു. അതല്ല എങ്കിൽ അതിൻ്റെ ആ നെസ്റ്റഡ് ഈഫിൻ്റെ എൽസ് പാർട്ടിലേക്കാണ് നമ്മൾ വന്നത്. എൽസ് പ്രിൻ്റ് ഓഫ് ദ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അതല്ലെങ്കിൽ ആ നമ്പർ എന്താണ് 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതല്ലെങ്കിലോ, അതായത് ഈഫിൻ്റെ എൽസാണ് ഇത് കേട്ടോ, ഇതുമല്ലെങ്കിൽ പിന്നെ വരുന്ന എങ്ങോട്ടാണ്, ഈ എൽസ് പാർട്ടിലേക്കാണ് പ്രിൻ്റ് ഓഫ് ദ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 10. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ 10നേക്കാൾ വലിയ നമ്പർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈഫ് കൊടുക്കും, പിന്നെ അതിൻ്റെ നെസ്റ്റഡ് ഈഫ് കൊടുക്കും, നെസ്റ്റഡ് ഈഫിൻ്റെ എൽസ് കൊടുക്കും, ലാസ്റ്റാണ് നമ്മളുടെ ഈ ഈഫിൻ്റെ എൽസ് കൊടുക്കുക കേട്ടോ. റിട്ടേൺ 0. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു നെസ്റ്റഡ് ഈഫ് എന്താണെന്നുള്ള ഒരു ലോജിക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൊരു സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ ഒരു കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെയും സ്റ്റാർട്ട് ചെയ്തു. സാധാരണഗതിയിൽ നമ്മളൊന്ന് ക്ലോസ് ചെയ്തിട്ട് അടുത്ത സ്റ്റാർട്ട് ചെയ്യൽ, ഇത് ക്ലോസ് ചെയ്തു, പിന്നെ ഈ എൽസ് പാർട്ട് തുടങ്ങി അത് ക്ലോസ് ചെയ്തു, അതിന് ശേഷമാണ് അത് ക്ലോസ് ചെയ്തത്, പിന്നെ ഈ എൽസ് പാർട്ടിൻ്റെതും ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് അതിനകത്ത് ക്ലോസിങ് കേളി ബ്രേസ്. അത്ര ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഈ നെസ്റ്റഡ് ഈഫിൻ്റെ കേസിൽ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ പോയി, പിന്നെ എനിക്ക് നെക്സ്റ്റ് ഈഫിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് അതിൻ്റെ ലോജിക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നാം, പക്ഷേ നിങ്ങൾ പ്രോഗ്രാം വൈസിൽ ചെയ്യുമ്പോൾ പലപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഓക്കെ, താങ്ക് യു.